മൂവി നെയിം പത്മശ്രീ ഭാരത് ഡോക്ടർ സരോജ് കുമാർ. ഇവിടെ ഞാൻ നടത്തുന്നത് ഒരു സിനിമ നിരൂപണം. ബാനർ വൈശാഖ മൂവീസ്. കാസ്റ്റ് ശ്രീനിവാസൻ, മമത മോഹൻദാസ്, മുഖേഷ്, വിനിത് ശ്രീനിവാസൻ, ജഗതി, ബാബുരാജ്, സലിം കുമാർ എക്സ്ട്രാ. മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്. സിനിമാറ്റോഗ്രഫി എസ് കുമാർ. പ്രൊഡ്യൂസർ വൈശാഖ് രാജൻ. ഡയറക്ടർ സച്ചിൻ രാഘവൻ. റിട്ടൺ ബൈ ശ്രീനിവാസൻ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമകാലിക സിനിമയിലെ നടന്മാരെയും ചലച്ചിത്ര സംഘടനകളെയും ഫാൻസ് അസോസിയേഷനുകളെയും വിമർശിക്കുന്നതിനും കളിയാക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ശ്രീനിവാസൻ സിനിമ. താനല്ലാത്തവരെല്ലാം വിഡ്ഢികളാണെന്ന വിദൂഷക മനോഭാവമാണ് ശ്രീനിവാസനെ അടിമുടി നയിക്കുന്നത്. സ്വന്തം വിദൂഷക വേഷത്തിലും വിദൂഷക ഭാവനയിലും അഭിരമിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ഗതികേടാണ് ഈ തിരക്കഥ എന്ന് നിസ്സംശയം എനിക്ക് പറയേണ്ടി വരും. ശ്രീനിവാസനെ മലയാളികൾക്ക് സ്വീകാര്യനാക്കിയത് കോമാളിത്തത്തിലൂടെ ആയിരുന്നില്ല, മറിച്ച് കാമ്പുള്ള ആക്ഷേപ ഹാസ്യത്തിൻ്റെയും നേരുള്ള വിമർശന ബോധത്തിൻ്റെയും ബുദ്ധിയുള്ള തിരക്കഥകളിലൂടെയും പിൻബലത്തിലായിരുന്നു ശ്രീനിവാസൻ നമുക്ക് സ്വീകാര്യനായത്. എന്നാൽ ഇപ്പോൾ തോന്നുന്നത് അത് മനസ്സിലാകാതെ പോയ ഒരാളാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനല്ലാതെ എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്, ശ്രീനിവാസന് മാത്രം അത് മനസ്സിലായില്ല എന്ന് തോന്നും. തൻ്റെ കോമാളിത്തരങ്ങളെയും പിത്തലാട്ടങ്ങളെയുമാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ധരിച്ചു വച്ചായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് പത്മശ്രീ ഭാരത് ഡോക്ടർ സരോജ് കുമാർ. മംഗളം സിനിമാസികയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിലെ താരവങ്കത്തരങ്ങളെ സരസവും വിമർശനാത്മകവുമായി അവതരിപ്പിക്കുകയാണ് ഉദയനാണ് താരത്തിൽ ശ്രീനിവാസൻ ചെയ്തതെങ്കിൽ സരോജ് കുമാറിലെത്തുമ്പോൾ അത് തീർത്തും ഒരു വ്യക്തിഹത്യ നടത്തുന്ന പോലെയായി. മോഹൻലാൽ എന്ന നടനെ കൃത്യമായ ലക്ഷ്യം വെച്ച് ശ്രീനിവാസൻ ഈ ചിത്രത്തിനായി പേന ഉന്തിയിരിക്കുന്നതെന്ന് ഉറപ്പാണ്. തീർത്തും ക്രൂരവും നിന്ദ്യവുമായി പോയി ശ്രീനി ഈ സിനിമ അഭ്യാസം. ആർക്കും ആരെയും വിമർശിക്കാവുന്നതാണ്. ആരോഗ്യപരമായ വിമർശനം ഗുണപരമാവുകയുള്ളൂ. പക്ഷേ ക്രൂരമായ നിന്ദിക്കലുകളിലൂടെ അല്ലാതെ ചിരി പരത്താൻ പ്രാപ്തിയുള്ളവനാണ് ശ്രീനി എന്നിരിക്കെ ഇത്തരമൊരു ശ്രമത്തിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണ്? ശക്തമായൊരു കഥയില്ല എന്നതല്ല, ദുർബലമായ ഒരു കഥ പോലും ഇല്ലാതെ പോയല്ലോ എൻ്റെ ശ്രീനി. ഈ സിനിമയ്ക്ക് പരിതപിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ പഴയ ശ്രീനിയെയാണ് നമുക്ക് വേണ്ടത്, പുതിയ ചില ശ്രീനികളെ അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ആ പഴയ ശ്രീനിവാസനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ സിനിമാ നിരൂപണം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.